വളയിടം ബിജുവിന്റെ വസതിയിൽ വെച്ച് നിലമേൽ MMHSലെ 1994-96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം മുൻ അധ്യാപിക മിനി നിർവഹിച്ചു. കേൾക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഹാഷിമിൻ്റെ ഉമ്മയൊക്കെ എനിക്ക് പേഴ്സണലി പരിചയമുള്ളത് കൊണ്ട് ഞാൻ അവിടെയൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ടെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ട് ഹാഷിം സ്കൂളിൽ വന്നില്ല, തിരക്കണമെന്നൊക്കെ പറയും. പിന്നെ ഹാഷിം പറഞ്ഞതുപോലെ തന്നെ എന്നെ ബിജു വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി, ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നാളിൻ്റെ ഇടയിൽ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല. നിങ്ങളോടൊപ്പം ഇന്ന് എനിക്കൊട്ടും വയ്യായിരുന്നു, എന്നിട്ടും നിങ്ങളോടൊപ്പം വന്ന് സഹകരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ 3-4 ദിവസമായിട്ട് പനിയായിട്ട് കുളിക്കാതെ പോലെ കിടക്കുമായിരുന്നു. രാവിലെ ചാടി എഴുന്നേറ്റ് അതാ എൻ്റെ മോള് വിളിച്ചപ്പോൾ ചോദിച്ചു, അമ്മ പോയോ? ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ പിള്ളേർ വിളിച്ച് ഞാൻ പോകത്തില്ലേ. അങ്ങനെ ആ ഒരു സന്തോഷത്തിലേക്ക് പോരുന്നു. ഹാഷിം എൻ്റെ അയൽവാസി തന്നെയാണ്, അഞ്ചൽ താമസിക്കുന്നത്. പിന്നെ ഇതിൽ പലരുമായിട്ടും എനിക്കിപ്പോഴും പേഴ്സണലി കോണ്ടാക്റ്റ് ഉണ്ട്. ഈ സൈഡ് വരാം, അപ്പുറത്ത് വരാം. എല്ലാ സൈഡ് നിലമേൽ MMHSലെ 1994-96 വർഷത്തിൽ SSLC കഴിഞ്ഞിറങ്ങിയവരുടെ കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 150ഓളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് നിലമേൽ വളയിടം ബിജുവിന്റെ വസതിയിൽ ഒത്തുചേർന്നത്. ഇതിലിപ്പോൾ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിച്ചു. വീട്ടുമുറ്റത്ത് അതിമനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഓരോരുത്തരായി പരിചയപ്പെടുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതും വേറിട്ട അനുഭവമായി. ഈ സംഗമത്തിന് ചങ്ങാതിക്കൂട്ടം എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇത് 4ാം തവണയാണ് ഇത്തരത്തിലുള്ള ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത വർഷം സമ്മേളിക്കാനുള്ള ആത്മവിശ്വാസത്തോടെ വൈകുന്നേരം 5 മണിയോടുകൂടി പരിപാടികൾ സമാപിച്ചു. കലാപരിപാടികളും കസേരകളിൽ പരിപാടിക്ക് മാറ്റി. സീറ്റ് ബാക്കിയുണ്ട്. രണ്ടുപേരും ഒരാളെ റിസോർട്ടാണ്. മോശമില്ലാത്ത വരുമാനം വരുന്നുണ്ട്. പിന്നെ അത് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ആയുള്ളൂ. ഇനി അത് വികസിപ്പിക്കാൻ കുറേ കൂടി ഉണ്ട്. മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ പറ്റുമെങ്കിൽ നമ്മളത് വികസിപ്പിക്കും. അടുത്ത ഫേസിൻ്റെ പ്ലാൻ അപ്രൂവലിന് കൊടുത്തിരിക്കുകയാണ്. അതും ഇതിൻ്റെ കൂടെ തന്നെയാണ്. ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഈഗിൾ ഡൂം കൊണ്ടുവന്ന് ഞങ്ങളാണ് ചൈനയിൽ. അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചതിനാണോ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സക്സസ് ആയിട്ട് പോകുന്നു. ഇതിൻ്റെ കാലഘട്ടത്തിൻ്റെ ഇടവിൽ പല കൂട്ടുകാർക്കും പല സഹായങ്ങളും ചെയ്യാൻ പറ്റി. അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത്, ഓപ്പറേഷന്, മരണം, പല കേസുകളും നമ്മൾ സഹായിക്കാൻ പറ്റി, അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞങ്ങൾ
പെണ്ണുങ്ങൾക്കെല്ലാം ഷുഗറുള്ളതാണ് കുറേശ്ശെ കഴിച്ചാൽ പെണ്ണുങ്ങൾക്കെല്ലാം ഷുഗറുള്ളതാണ് കുറേശ്ശെ കഴിച്ചാൽ